ശരീരത്തിൽ അധികമായിട്ട് ചൂട് തോന്നുക, ഉറക്കക്കുറവ്, മൂഡ് സ്വിങ്സ്, ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മറന്നു തുടങ്ങുക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ 40-45 വയസ്സ് കഴിഞ്ഞ മിക്ക സ്ത്രീകളും അനുഭവിക്കുന്നുണ്ടാവും. എന്തുകൊണ്ടാണ് പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മാറ്റം സംഭവിക്കുന്നതെന്നും എന്തൊക്കെയാണ് നമുക്ക് ഫലപ്രദമായിട്ട് ഇതിനെ നേരിടാനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. നമസ്കാരം, ഞാൻ ഡോക്ടർ മേഘ്ന വിശ്വനാഥ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 40-45 വയസ്സൊക്കെ കഴിയുമ്പോൾ സ്ത്രീകളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ചില പ്രധാനപ്പെട്ട മാറ്റങ്ങളെ കുറിച്ചും എങ്ങനെ ഫലപ്രദമായിട്ട് നമുക്ക് അതൊക്കെ ചികിത്സിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഹോട്ട് ഫ്ലഷേഴ്സ് എന്ന് നമ്മൾ പറയും. ശരീരത്തിൽ അധികമായിട്ട് ചൂട് കൂടുന്ന പോലെ ഒരു കംപ്ലൈന്റ് ആണ് മിക്ക ആളുകളും ഈ ഒരു സമയത്ത് പറയുന്നത്. അതുപോലെ തന്നെ അധികമായിട്ട് വേർക്കുക, ഈവൻ AC ഇട്ട് ഇരുന്നാൽ പോലും, ACയോ ഫാനിന്റെ അടിയിൽ ഇരുന്നാൽ പോലും കൂടുതലായിട്ട് വേർക്കുന്നതായിട്ട് ആളുകൾ പറയാറുണ്ട്. അതുപോലെ തന്നെ ഉറക്കക്കുറവ്, മൂഡ് സ്വിങ്സ്, പെട്ടെന്ന് ദേഷ്യം വരിക, ബ്രെയിൻ ഫോഗിംഗ് എന്ന് നമ്മൾ പറയും. അതായത് പല കാര്യങ്ങളും ഇപ്പൊ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മറന്നു പോവുക, ഇങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു വരാറുണ്ട്. അതുപോലെ വയറ് കൂടുന്നതായിട്ട് തോന്നുക, ജോയിന്റ് പെയിൻ, നമ്മൾ ആർത്രൈറ്റിസ് ഇല്ലേ, സന്ധികളിലൊക്കെ വേദന അനുഭവപ്പെടുക, ലൈംഗിക ബന്ധത്തിൽ താല്പര്യം കുറഞ്ഞു തുടങ്ങുക, മുടി കൊഴിച്ചിൽ, ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സ്ത്രീകൾ അനുഭവിക്കാറുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്? ഇത് നമ്മുടെ ശരീരം ഒരു ഹോർമോൺ അസന്തുലിതാവസ്ഥയിലൂടെ കടന്നു പോകുന്നതുകൊണ്ടാണ്. നമ്മൾ ഒരു 40-45 വയസ്സാവുമ്പോൾ ഇതിന് നമ്മളൊരു പെരി മെനോപോസൽ പീരീഡ് എന്നാണ് പറയുക. അതായത് ആർത്തവത്തിന്റെ വിരാമത്തോട് അടുക്കുന്നു. അതൊരു ആർത്തവ വിരാമം ഉണ്ടാവുന്ന ഒരു 50 വയസ്സൊക്കെ ആവുമ്പോഴാണ്. പക്ഷെ അതിനൊരു 10 വർഷം മുന്നേ ഒക്കെ തൊട്ട് തന്നെ ഈ പല ലക്ഷണങ്ങളും പല സ്ത്രീകളിലും കണ്ടുവരാറുണ്ട്. അപ്പൊ നമ്മുടെ ശരീരത്തില് പല ഹോർമോണിന്റെയും അസന്തുലിതാവസ്ഥ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ്, ഈ ഹോർമോണൽ ഇംബാലൻസിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ശരീരത്തിൽ ഉണ്ടാവുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. മെയിൻ ആയിട്ട് ഈസ്ട്രജന്റെ അളവ് കുറയുന്നുണ്ട് ശരീരത്തിൽ. അതുപോലെ തന്നെ പ്രൊജസ്റ്ററോണിനും ഇംബാലൻസ് ഉണ്ടാവുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പീരീഡ്സ് ഒക്കെ ഇറഗുലർ ആവും. ചില ആളുകൾക്ക് ഇപ്പൊ 2 മാസമൊക്കെ കറക്റ്റ് ആയിട്ട് പീരീഡ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 3-4 മാസം ചിലപ്പോൾ വരുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഹെവി ബ്ലീഡിങ് ഉണ്ടായേക്കാം. അങ്ങനെ ഒരു ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ് ഒക്കെ ഈ സമയത്ത് കണ്ടുവരാറുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു 40-45 വയസ്സായിരുന്ന മിക്ക സ്ത്രീകളിലും ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ നിങ്ങൾ ആരും ഒറ്റയ്ക്കല്ല, ഈ സമാന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പല ആൾക്കാരും ഉണ്ട്. അപ്പൊ ഒരിക്കലും നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളുടെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ടെന്ന് മനസ്സിലാക്കുക. ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് ഇതൊക്കെ വളരെ സിവിയർ ആയിട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം എന്നുള്ളതാണ്. നമുക്ക് ഇതിനൊക്കെ ചികിത്സ ഉണ്ട്, ഫലപ്രദമായിട്ട് തന്നെ നമുക്ക് ഇതിനെയൊക്കെ ചികിത്സിക്കാനും പറ്റും. അപ്പൊ അതുകൊണ്ട് ആരും ഇതൊന്നും വെച്ചോണ്ടിരിക്കരുത്. തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ പോയി കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ മാനസികമായിട്ട് പല ബുദ്ധിമുട്ടുകളും, ഡിപ്രഷൻ, ആൻസൈറ്റി, ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ കണ്ടുവരാറുണ്ട്. അപ്പൊ അതിനൊക്കെ ശരിയായിട്ടുള്ള രീതിയിൽ കൗൺസിലിങ്ങും എടുക്കാൻ ആരും മടി കാണിക്കരുത് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ പലരിലും പല രീതിയിലാണ്. എല്ലാവർക്കും എല്ലാ ലക്ഷണവും ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല. ചിലർക്ക് അധികമായിട്ട് ചുട്ടുപൊകച്ചില്, വേർക്കുക, ഉറക്കക്കുറവ്, ഇത് മാത്രമായിരിക്കും പ്രശ്നം. പക്ഷെ ബാക്കി ചിലർക്ക് ഇതുപോലെ ഓർമ്മക്കുറവ്, കൂടുതലായിട്ട് ടെൻഷൻ, സ്ട്രെസ്, ഭയങ്കരമായിട്ട് ഡിപ്രഷൻ, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മറ്റു ചിലരിൽ കണ്ടുവരാറുണ്ട്. പിന്നെ ഇതിന്റെ ഒരു ആധിക്യം, സിവിയറിറ്റി നമ്മൾ പറയില്ലേ, ചിലരിൽ ഇതൊക്കെ വളരെ മൈൽഡ് ആയിട്ട് ടോളറേറ്റ് ചെയ്യുക, അവർക്ക് സഹിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതിയിലായിരിക്കും. പക്ഷെ മറ്റു ചിലരിൽ ഇതൊക്കെ വളരെ കൂടുതലായിട്ട് അവർക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലും ഉണ്ടാവും. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു സിവിയറിറ്റി പോലും പല ആൾക്കാരിലും പല രീതിയിലാണ്. അപ്പൊ എന്തുകൊണ്ടായിരിക്കാം? ഇതിനെയൊക്കെ അഫക്ട് ചെയ്യുന്ന വേറെ ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് നിങ്ങളുടെ ബോഡിയിൽ വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാൽഷ്യം നിങ്ങളുടെ ബോഡിയിൽ കുറവാണെങ്കിൽ, നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ, പിന്നെ അതുപോലെ നിങ്ങളുടെ ജനറ്റിക്സ്, ഇതിനൊക്കെ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. പിന്നെ തൈറോയിഡ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതശൈലി, നിങ്ങൾ കൃത്യമായിട്ട് വ്യായാമമൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു, പിന്നെ ഉറക്കം വളരെ പ്രധാനമാണ്, നിങ്ങൾക്ക് എത്രത്തോളം ഉറക്കം കിട്ടുന്നുണ്ട്, ഇൻസുലിൻ റെസിസ്റ്റൻസ്, നിങ്ങൾക്ക് ഷുഗർ ഉണ്ടോ, ഡയബറ്റിസ് ആണോ നിങ്ങൾ, ഇങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാന്നുള്ളത്, ആദ്യമേ തന്നെ നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ മടി കാണിക്കരുത് എന്നുള്ളത് ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും പ്രശ്നങ്ങൾ. അപ്പൊ നമ്മൾ കോമൺ ആയിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യൂന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം പ്രത്യേകിച്ച് മാനസിക സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു കൗൺസിലിങ്ങിനൊക്കെ പോകാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒരു ഡയറ്റ് ഈ ഒരു സമയത്ത് ഫോളോ ചെയ്യാനായിട്ടുള്ള ഡയറ്റ്, അതായത് നമ്മൾ ചില ആഹാരങ്ങളൊക്കെ ഒഴിവാക്കേണ്ടിയിരിക്കുന്നു, ചില ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഇപ്പൊ നിങ്ങൾക്ക് തൈറോയിഡോ ഷുഗറോ മുട്ടുവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടതും ഉൾപ്പെടുത്തേണ്ടതുമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഡയറ്റ് ഗൈഡൻസും ഈ ഒരു പെരി മെനോപോസൽ പീരീഡിൽ ശരിയായിട്ടുള്ള ഒരു ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക. അപ്പൊ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റും. ഇനി നമ്മൾ
നമ്മൾ കോമൺ ആയിട്ട് എന്തൊക്കെ ഫുഡ് ഐറ്റംസ്, ഭക്ഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനമാണ് ഫ്ലാക്സ് സീഡ്. എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ശരീരത്തിൽ ഹോർമോൺ ഈസ്ട്രജന്റെ അളവ് കുറയുന്നുള്ളത്. അപ്പൊ ഈ ഫ്ലാക്സ് സീഡിൽ ഫൈറ്റോ ഈസ്ട്രജൻ റിച്ച് ആണ്. അത് ഫൈറ്റോ ഈസ്ട്രജൻ ഉള്ളത് കൊണ്ടും പിന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ളത് കൊണ്ടും നമ്മുടെ ഗട്ട് ഹെൽത്തിനെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതുകൊണ്ടും ഈസ്ട്രജൻ ബാലൻസ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടും ഒക്കെ ഫ്ലാക്സ് സീഡ് ഈ ഒരു സമയത്ത് ഒരു ബെസ്റ്റ് ചോയ്സ് ആണ്. ഇതൊരു 1 ടീസ്പൂൺ നമുക്ക് കഴിക്കാം. അതൊരു ഓൾട്ടർനേറ്റ് ഡേയ്സിൽ അല്ലെങ്കിൽ ഡെയിലി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി ഇത് എങ്ങനെ കഴിക്കണം എന്നുള്ളതാണ്. ഇത് നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് ഈ ഫ്ലാക്സ് സീഡ് റോസ്റ്റ് ചെയ്തിട്ട് അത് പൊടിച്ചിട്ട് 1 ടീസ്പൂൺ അങ്ങനെ എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു 5 ഗ്രാം അത് സീഡായിട്ട് തന്നെ നിങ്ങളിപ്പോൾ ഓട്സ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ ഉൾപ്പെടുത്തിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ മ്യൂസ്ലി ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരു 1 ടീസ്പൂൺ ഇട്ടിട്ട് അങ്ങനെയും നിങ്ങൾക്ക് ഇത് കഴിക്കാവുന്നതാണ്. പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട ഫുഡാണ് എള്ള്. അതും കറുത്ത എള്ളാണ്. നമ്മൾ പറഞ്ഞല്ലോ നമുക്ക് ബോൺ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, വേദന, സന്ധികളിൽ ഉണ്ടാവുന്ന വേദന, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഒക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. അപ്പൊ നമ്മുടെ ബോൺ ഹെൽത്ത് മെച്ചപ്പെടുത്താനൊക്കെ ഈ എള്ള് നല്ലതാണ്. കാൽഷ്യം റിച്ച് ആണ്. അതുപോലെ ഹോർമോൺ റെഗുലേഷനും ഈ ഒരു എള്ള് സഹായിക്കുന്നതാണ്. അപ്പൊ അതുകൂടി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കാം. പിന്നെ ഉള്ളതാണ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ബദാമും വാൽനട്ടും ഒക്കെ. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞല്ലോ ബ്രെയിൻ ഫോഗിങ് എന്നൊക്കെ പറഞ്ഞല്ലോ, അതായത് ചെറിയ രീതിയിലുള്ള ഓർമ്മക്കുറവ്, നമ്മൾ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് മറന്നു തുടങ്ങുക. അത് സത്യം പറഞ്ഞാൽ ഡിമെൻഷ്യ ഒന്നും അല്ല കേട്ടോ. അതൊക്കെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. കുറച്ച് നല്ല രീതിയിൽ ന്യൂട്രീഷനും വൈറ്റമിൻ ഡെഫിഷ്യൻസിയും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അഡ്രസ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് സ്ലീപ്പ് ഒക്കെ കിട്ടുവാണെങ്കിൽ നമുക്കത് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഓർമ്മ പോയി അങ്ങനെയൊന്നും വിചാരിച്ചാൽ ടെൻഷൻ അടിക്കേണ്ട. നമുക്ക് അതൊക്കെ ചികിത്സിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനൊക്കെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഈ വാൽനട്ടും ആൽമണ്ടും ഇത് രണ്ടും സോക്ക് ചെയ്തിട്ട് ഒരു 2 to 3 എങ്കിലും ഓരോ ദിവസം വെച്ചിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. രണ്ടും ഹെൽത്തി ഫാറ്റ്സ് ആണ്. അതുപോലെ തന്നെ ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻ ഒക്കെ കുറയ്ക്കാനും സഹായിക്കുന്നതാണ്. പിന്നെ ഉള്ളതാണ് ഇലക്കറികൾ. ധാരാളമായിട്ട് ഇലക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അതിൽ നിന്ന് നമുക്ക് അയൺ, മഗ്നീഷ്യം ഇങ്ങനെയുള്ള ന്യൂട്രിയൻസും നമുക്ക് കിട്ടുന്നതാണ്. മൂഡ് സ്വിങ്സ് മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ക്ഷീണം അനുഭവപ്പെടാറുണ്ട് പല ആൾക്കാരും. അപ്പൊ അതൊക്കെ മെച്ചപ്പെടുത്താനും ഒക്കെ ഇത് സഹായിക്കും. അടുത്തതാണ് ഫ്രൂട്ട്സ്. അപ്പൊ ഏതൊക്കെ ഫ്രൂട്ട്സ് കഴിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും നല്ലത് നമ്മൾ ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറവായിട്ടുള്ള ഫ്രൂട്ട്സ് തിരഞ്ഞെടുക്കുന്നതാണ്. അപ്പൊ അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പേരക്ക, ഗോവ നല്ലൊരു ചോയ്സ് ആണ്. പിന്നെ അനാറ് നല്ലതാണ്. അതുപോലെ തന്നെ പപ്പായ നല്ലതാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ഒരുപാടൊന്നും വേണ്ട. ഒരു 100 ഗ്രാം അല്ലെങ്കിൽ ഒരു 120 ഗ്രാം അത്രയൊക്കെ തന്നെ മതി. അല്ലെങ്കിൽ ഒരു മീഡിയം സൈസ്ഡ് അനാറ് അങ്ങനെയുള്ള രീതിയിൽ ഒരു ഫ്രൂട്ട് ഉൾപ്പെടുത്താം. കുറേ ഫ്രൂട്ട്സിന്റെ ആവശ്യം വരുന്നില്ല. പിന്നെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് ഡീഹൈഡ്രേഷൻ ഉണ്ടാവാണ്ടിരിക്കണം. നമ്മൾ നന്നായിട്ട് വിയർക്കുന്നു, എസിയിലൊക്കെ പോയി ഇരുന്നാലും ചൂടെടുക്കുന്ന ഒരു സമയമാണ് ഈ ഒരു പീരീഡ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കണം. ഒരു 2.5 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ചായ, കോഫി അങ്ങനെ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക. വേറെയുള്ള പാക്കറ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, ബേക്കറി പലഹാരങ്ങൾ, അച്ചാറ്, അങ്ങനെ അധികമായിട്ട് എരിവും പുളിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. പിന്നെ രാത്രി നോൺ വെജും ബിരിയാണി അങ്ങനെ ഹെവി ആയിട്ടുള്ള ഫുഡൊക്കെ രാത്രി കഴിക്കുന്നതും കുറയ്ക്കണം. രാത്രിയിലുള്ള ഫുഡ് ഒരു 7 മണി സമയത്തേക്കെങ്കിലും കഴിച്ച് അവസാനിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഉറങ്ങുന്നതിന്റെ ഒരു 2.5-3 മണിക്കൂർ മുന്നെങ്കിലും ലാസ്റ്റത്തെ ഡിന്നർ കഴിച്ച് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഏറ്റവും പ്രധാനമാണ് ഉറക്കം. ഒരു 7 മുതൽ 8 മണിക്കൂറെങ്കിലും നിങ്ങൾ ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ എക്സസൈസ്, വ്യായാമം ചെയ്യാനും ശ്രദ്ധിക്കണം. അതിൽ നടക്കുന്നത് നല്ലതാണ്. ഒരു 10-15 മിനിറ്റ് നടക്കുകയും അതിന്റെ കൂടെ തന്നെ ഒരു സ്ട്രെങ്ത് ട്രെയിനിങ്, നമ്മൾക്ക് ഏറ്റവും ഈ സമയത്ത് വേണ്ട കാര്യമാണ് സ്ട്രെങ്ത്. അപ്പൊ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാനായിട്ടുള്ള സ്ട്രെങ്ത് ട്രെയിനിങ്ങും കൂടി ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ ശ്രദ്ധിക്കണം, ഷുഗറിന്റെ ഉപയോഗം കുറയ്ക്കാനും അതുപോലെ തന്നെ റിഫൈൻഡ് ആയിട്ടുള്ള കാർബ്സ്, അതായത് മൈദ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാനും. ബേക്കറി പലഹാരങ്ങൾ നേരത്തെ പറഞ്ഞു, അതിന്റെ കാര്യം കൂടി എന്തായാലും ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു സമയത്ത് നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇതുപോലെ സമാന്തരമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗം എന്ന് പറയുന്ന പോലെ തന്നെ 40-45 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഹോർമോൺ വ്യതിയാനത്തിന്റെ ഒരു പ്രശ്നം കൊണ്ട് ഉണ്ടാവുന്നതാണ്. അതിന്റെ ഒരു ആധിക്യം പലരിലും കൂടിയും കുറഞ്ഞിട്ടുമാണ്. അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ചില ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളൊരു മെഡിക്കൽ കെയർ എന്തായാലും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നിങ്ങൾക്ക് മാനസികമായിട്ട് സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒരു കൗൺസിലിങ്ങിനൊക്കെ അറ്റൻഡ് ചെയ്യുക. യോഗ, മെഡിറ്റേഷൻ ഇതൊക്കെ ഇതിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യും.
അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുക. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതിലൊരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമുക്ക് ആയുർവേദത്തിലുള്ള ഡയറ്റും എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.